മുഖ്യമന്ത്രി ചർച്ചകൾ തള്ളി കോൺഗ്രസ് നേതാക്കൾ. പൊതുമധ്യത്തിൽ ചർച്ച വേണ്ട എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. പരസ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. സൈബർ പോരാളികളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്ന് ബെന്നി ബെഹനാനും അനാവശ്യ ചർച്ചയെന്ന് കൊടിക്കുന്നിൽ സുരേഷും പ്രതികരിച്ചു. ആരെയും പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന അഭിപ്രായം ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ പരസ്യപ്പോരിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ലീഗിന്റെ നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നത്. ആദ്യം പ്രതികരണങ്ങൾ കാണാം. എന്റെ ആ ലെറ്ററോട് കൂടി അതിന്റെ ചർച്ച ഞാൻ നിർത്തുകയാണ്. കത്ത് ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് കൊടുക്കുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റും രാഹുൽ ഗാന്ധിക്കും കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ആ അധ്യായം ഞാൻ അവിടെ ആ ചർച്ച ഉണ്ടാവുന്ന വീണ്ടും വിവാദം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഔദ്യോഗികമായി മറ്റാരും കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിന്റെ സംഘടനാപരമായ ഒരു മാനദണ്ഡത്തിലൂടെ ഞാൻ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിക്കും പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർക്കും എന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആ ചർച്ച ആ അജണ്ട ഞാൻ അവിടെ ചോദിച്ചു. സൈബർ പോരാളികളും സോഷ്യൽ മീഡിയയുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ഞാനിത് ആർക്കും വേണ്ടി പറയുന്നല്ല, ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നില്ല. എന്റെ അഭിപ്രായം പറഞ്ഞു. ആ ചർച്ച ഞാനിവിടെ അവസാനിപ്പിച്ചു. ഞാൻ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇതിൽ കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ചർച്ചയുടെ സമയമായിട്ടില്ല. 4-ാം തീയതിയിലെ റിസൾട്ട് വരട്ടെ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല. അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പങ്കാളിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ UDF-ന് ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ എത്രയാണ്, ഭൂരിപക്ഷം എത്രയാണെന്നൊക്കെയുള്ള കണക്കിലുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന്റെ ഒരു നടപടിക്രമം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനത്തോടൊപ്പം നിൽക്കും. നിലവിൽ നേതാക്കന്മാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും നടത്തുന്ന ചർച്ചകളിൽ പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ അതിൽ പങ്കാളിയാവാനോ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ട്, തെരഞ്ഞെടുക്കുന്ന നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളല്ലോ. ഹരിമോഹനും നോബിൾ മാരിക്കാരനും YS അഭിനന്ദും മുബഷീർ P അക്ബറുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം നോബിളിലേക്കാണ്. നോബിൾ, KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് ശക്തമായ പ്രതികരണമായി കണ്ടത്. ഇപ്പോൾ പാർലമെന്റിൽ ഇപ്പോൾ സ്ത്രീ സംവരണം, വനിതാ സംവരണം, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭരണഘടനാ ഭേദഗതി ബിൽ വരുമ്പോൾ അതിലേക്കാണ് ചോദ്യങ്ങൾ വേണ്ടത്, അനാവശ്യ ചർച്ചകൾ വേണ്ട എന്ന് KC വേണുഗോപാൽ പറയുന്നു. പക്ഷേ KC വേണുഗോപാൽ വരണം എന്ന ആവശ്യം മാധ്യമങ്ങളുടെ ഭാഗത്തുള്ള ചോദ്യമായിട്ടല്ല വന്നിരിക്കുന്നത്. അതിൽ K സുധാകരൻ തൊടുത്തുവിട്ടതാണ് ആദ്യം പ്രതികരണം എന്നുള്ളതാണ്. എന്താണ് KC എടുത്തിരിക്കുന്ന നിലപാട്, നോബിൾ? സ്മൃതി, കേരളത്തിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ചർച്ചകളിൽ പങ്കാളിയാകേണ്ടതില്ല എന്നാണ് KC വേണുഗോപാലിന്റെ തീരുമാനം. ചർച്ചകൾ വിവാദമാകുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ ഈ പരസ്യ വിവാദങ്ങളിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കൂ. ഈ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, അതനുസരിച്ച് മുഖ്യമന്ത്രി അടക്കം തെരഞ്ഞെടുക്കും എന്ന് പറയുമ്പോഴും K സുധാകരൻ അടക്കമുള്ള ആളുകളെ തള്ളാൻ എന്താണെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ നിലപാട് പങ്കുവയ്ക്കുകയാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമായും ചർച്ചകളിലേക്ക് പോയി അത് കൂടുതൽ അവമതിപ്പുണ്ടാക്കേണ്ടതില്ല. ഒരു മികച്ച വിജയത്തിലേക്ക് പോകുന്ന സമയമാണ്. ആ സമയത്ത് കൃത്യമായി തന്നെ മറ്റ് ചർച്ചകൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്ന് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കേണ്ടതില്ല എന്നാണ് എല്ലാ നേതാക്കളുടെ ഒരു പൊതുവായ അഭിപ്രായം. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇതിൽ ഇത്തരത്തിൽ K സുധാകരനാകട്ടെ അല്ലെങ്കിൽ നിലവിലത്തെ MLA-മാരാകട്ടെ പോഷക സംഘടനയുടെ അധ്യക്ഷന്മാരാകട്ടെ അവരൊക്കെ KC വേണുഗോപാലിന്റെ പേര് പറയുമ്പോൾ സ്വാഭാവികമായി അത് പാർട്ടിക്കകത്ത് മറ്റൊരു തരത്തിലുള്ള കലാപത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ആളുകളാണ്, താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായി അവർക്ക് അത്തരത്തിൽ അത് അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ KC വേണുഗോപാൽ ഇതിൽ പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നിലവിലത്തെ ചർച്ചകളുടെ ഭാഗമാകേണ്ടതില്ല, ചർച്ചകൾ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സമൂഹ മാധ്യമങ്ങളടക്കം കേരളത്തിലെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ചർച്ചകൾ തുടരുന്നത് വലിയ തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ അത്തരം ചർച്ചകൾ സ്വാഭാവികമായി നടക്കുന്നതുമാണ്. ഹരിമോഹനിലേക്ക്. ഹരി, ഇപ്പോൾ സണ്ണി ജോസഫും ഇപ്പോൾ ആ ചർച്ച വേണ്ട, പൂർണ്ണമായും തള്ളിക്കളിക്കുകയാണ്. ആദ്യം ഫലം വരട്ടെ, പിന്നീട് പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയുണ്ട് എന്നല്ല അദ്ദേഹം വിശദീകരിച്ചത്.
സ്മൃതി, തീർച്ചയായിട്ടും അതൊരു കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം മുൻപ് ഈ ചർച്ചകൾ വന്നിരുന്നു. അതായത് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ ഈ 3 പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഇടത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ KPCC നേതൃത്വം തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ ചർച്ച തൽക്കാലത്തേക്കൊന്ന് അവസാനിപ്പിച്ചതാണ്. പക്ഷേ വീണ്ടും ആ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് സൈബർ പോരാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തടഞ്ഞുവിടാൻ കഴിയില്ല. കാരണം അതിൽ രണ്ടാം നിര നേതാക്കളുമല്ല, പുതുതലമുറയിലെ നേതാക്കൾ മാത്രമല്ല, കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ് കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തി രംഗത്ത് വരുന്നത്. അതിലുള്ള അതൃപ്തി കൂടിയാണ് KPCC അധ്യക്ഷൻ ഇന്ന് പങ്കുവെച്ചത്. അതായത് ഇത്തരത്തിലൊരു വേദിയിൽ വെച്ചല്ല, അല്ലെങ്കിൽ സൈബർ സ്പേസിലല്ല ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തേണ്ടത്. അതിന് ഹൈക്കമാൻഡിൻ്റെതായ രീതികളുണ്ട്, കോൺഗ്രസിന് അതിൻ്റെതായ രീതികളുണ്ട്. ഭരണം ലഭിച്ച ശേഷം ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് സംസാരിച്ച് ആ സമയത്ത് മറ്റെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായത്തിലുള്ള നേതാവ് ആരാണെന്ന് വെച്ചാൽ ആ പേരുകൾ അവർ മുന്നോട്ട് വെക്കണം. പക്ഷേ അങ്ങനെ ഉള്ള ഒരു വേദി ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നടത്തുന്ന ഈ ചർച്ച വളരെ അനുചിതമാണ് എന്നുള്ള അഭിപ്രായമാണ്